5-6-3-0 Electric Toulon passenger Electric station platform number 2 से 13:15 पर रवाना होगी. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ പാസഞ്ചർ സീരീസിലെ വീഡിയോയാണ്. ആലപ്പുഴ കൊല്ലം പാസഞ്ചർ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കാണ്. നാളെ എത്തിയപ്പോൾ ലേറ്റ് ആയി. അപ്പോൾ ഏത് കോച്ചിൽ കയറും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇവിടെ ഫുള്ളാണ്. നമുക്ക് മറ്റേ കോച്ചിൽ തന്നെ കയറാം. സിഗ്നൽ റെഡാണ്, അതുകൊണ്ട് 1:15 സമയം. ഇതുവരെ എടുത്തിട്ടില്ല, ഓടിപ്പിടിച്ചാ വന്നത്. എവിടെയെങ്കിലും ഒന്ന് കയറി സെറ്റിലാവട്ടെ. റൈറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാ. എടാ ഇവിടെ കയറിയല്ലോ, ഇവിടെ ആരില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്ന് രാവിലെ എടുത്ത കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടി ആലപ്പുഴ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒന്ന് കയറിയിട്ടുണ്ട്. നല്ല ചൂട്, യാത്ര എങ്ങനെയാവുമെന്ന് അറിയില്ല. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് കിടപ്പുണ്ട്. ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്. ഇത് പുതിയതായിട്ട് LHB കോച്ച് കിട്ടിയോണ്ടാണ് ഇതിങ്ങനെ. കണ്ണൂർ എക്സിക്യൂട്ടീവ് ഒന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നു. വണ്ടി എടുത്ത് ഒരു 4 മിനിറ്റ് ഡിലേ. 1:15 പറഞ്ഞത് ഷെഡ്യൂൾ ടൈം, പക്ഷെ 1:19. ഞങ്ങളാണ് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഉച്ചക്കത്തെ ഭക്ഷണം കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് സെറ്റാക്കിയതാണ്. മീൻ വറുത്തതും ചോറും മീൻകറിയും സംഭവങ്ങൾ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ കൊല്ലം പാസഞ്ചർ 1:19 എടുത്തിരിക്കുന്നു. നമ്മുടെ ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കണം പുന്നപ്ര. ആലപ്പുഴയുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് പുന്നപ്ര. ഇവിടുന്ന് ആൾക്കാർ കുറച്ചുണ്ട്, ഏറെ കുറച്ചുള്ളൂ, ഭയങ്കര ആൾക്കാരൊന്നുമില്ല. അത്യാവശ്യം ഒരു ട്രെയിന് വലിപ്പം വെച്ചിട്ട് ഇത്രയും പേര് വലിയ സംഭവമല്ല. അവിടെ ഇത്രയും പേരുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട്. വെയിലായതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാം. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് നല്ല രീതിക്കുണ്ട്. നല്ല ബുദ്ധിമുട്ടായിരിക്കും സാധാരണ വയസ്സായ ആൾക്കാർക്ക് കയറാൻ. ഇതാണ് പുന്നപ്ര സ്റ്റേഷൻ. നമുക്ക് ഈ സൈഡ് ഇതാണ് പുന്നപ്ര സ്റ്റേഷൻ്റെ അപ്പർ സൈഡ്. ഇവിടെ മിക്ക സ്റ്റേഷൻ ഇപ്പോൾ എറണാകുളത്ത് എടുത്താൽ സിംഗിൾ പ്ലാറ്റ്ഫോമുള്ള മിക്ക സ്റ്റേഷൻസും ആലപ്പുഴയിലേക്കുള്ള ഇങ്ങനെയാണ് അവസ്ഥ. ഒരു സൈഡിൽ പ്ലാറ്റ്ഫോം ഉണ്ടാവുള്ളൂ. ഇത് സിംഗിൾ ലൈനാണല്ലോ, അപ്പോഴേക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അമ്പലപ്പുഴ വരെ സിംഗിൾ ലൈനാണ്, അതിന് ഡബിൾ ലൈനാണ്, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതുവരെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റോപ്പിനൊക്കെ ഒരു പ്ലാറ്റ്ഫോം, ഒരു സൈഡിലെ പ്ലാറ്റ്ഫോം ഉണ്ടാവും, കാരണം സിംഗിൾ ലൈനാണല്ലോ. ഇപ്പം നമ്മൾ കിട്ടുന്ന പാസഞ്ചർ ട്രെയിൻ എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ കൊല്ലത്തേക്കുള്ള പാസഞ്ചറാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വന്നാൽ പുന്നപ്ര. ഇനി നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ 50 രൂപയാണ് ടിക്കറ്റ് ആയത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് 25 രൂപ. നമ്മൾ 2 പേരുണ്ടല്ലോ, അപ്പോൾ 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരിക. ഓർഡിനറി ഫെയർ ആണ്. അപ്പോൾ ഈ ട്രെയിൻ നോക്കുമ്പോഴേക്കും നമ്മൾ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കയറിയപ്പോൾ തന്നെ ഒരു കോച്ച് സ്ലീപ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വണ്ടിയുടെ റൈറ്റ് ഷെയറിങ്, മെയിൻ വണ്ടീൻ്റെ റൈറ്റ് ഷെയറിങ് ആയിക്കൊന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അവർ കുറേ ആദ്യം ഒരു സ്ലീപ്പർ കോച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായതൊക്കെ ഈ പറഞ്ഞ പോലെ D1, D2, D3, പിന്നെ മൊത്തം ജനറൽ കമ്പാർട്ട്മെന്റ്. അപ്പോൾ ഏറ്റവും മുമ്പിലേക്ക് നടന്നപ്പോഴേക്കും ഇപ്പം അവിടെ ടിക്കറ്റ് കൗണ്ടർ എടുത്തായതുകൊണ്ട് അവിടെ നിന്ന് വേഗം ആൾക്കാരെ ഫില്ലേ. അപ്പോൾ ഏറ്റവും മുമ്പിലേക്ക് വരുമ്പോഴേക്കും കാണിച്ചോട്ടെ. ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ആരുമില്ല, അപ്പുറത്താണെങ്കിൽ 2-3 പേരൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏറ്റവും മുമ്പിലേക്ക് വന്നാൽ ടിക്കറ്റ് കിട്ടും. അപ്പം ഈ സമയത്ത് യാത്രക്കാർ കുറവാണ്, ഉച്ച സമയമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. 50 രൂപയാണ് ടിക്കറ്റ് ആയത്, ഒരാൾക്ക് 25 രൂപ. അടുത്ത സ്റ്റോപ്പ് അമ്പലപ്പുഴയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ലൈൻ ആയിരിക്കും. ഇതുവരെ എറണാകുളത്ത് നിന്ന് അമ്പലപ്പുഴ വരെ സിംഗിൾ ലൈനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഡബിൾ ലൈൻ ആയിരിക്കും. അമ്പലപ്പുഴ 3-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. കാരണം ആ ബിൽഡിംഗ് ഉള്ള സ്ഥലമാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതെന്തായാലും 3 ആയിരിക്കും. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവിടെ ഷെൽട്ടർ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ആൾക്കാർ കൂടുതൽ നിൽക്കുന്നത്.
ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കയറാൻ. അടുത്ത സ്റ്റോപ്പ് എത്തി തകഴി. ഇവിടൊക്കെ ഈ പറഞ്ഞ പോലെ പാസഞ്ചർ ട്രെയിൻസിന് മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പോയി എക്സ്പ്രസ് വണ്ടികളുണ്ട്, അതിനൊന്നും നിർത്തൂല. ഈ പറഞ്ഞ പാസഞ്ചേഴ്സിന് മാത്രമേ സ്റ്റോപ്പുള്ളൂ. പാസഞ്ചർ അതേപോലെ മെമു, ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾക്കൊക്കെ തകഴി ഇങ്ങനത്തെ സ്റ്റേഷൻസിനൊക്കെ സ്റ്റോപ്പുള്ളൂ. നല്ല അടിപൊളി സ്ഥലം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് തകഴി പ്ലാറ്റ്ഫോം നല്ല കറക്റ്റാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം കറക്റ്റ് ലെങ്ത്തിൽ തന്നെ വെച്ചേക്കണം. ചെറിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും കറക്റ്റ് ഇതേ കൊടി വീശി. ഈ ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ആക്കിയോട്ടോ. ആപ്ലിക്കേഷൻ ഈ ഒരു ഒറ്റ ആപ്പിൽ തന്നെ നമുക്ക് ഇന്ത്യൻ റെയിൽവേൻ്റെ എല്ലാം ചെയ്യാം. എന്ന് വെച്ചാൽ അൺറിസർവ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതേപോലെ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതേപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം, അതുപോലെ നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാം, ഏതൊക്കെ ട്രെയിനാണ് ഇന്ന സ്റ്റേഷനിൽ നിന്ന് ഇന്ന സ്റ്റേഷനിലേക്ക് ഉള്ളതൊക്കെ നോക്കാം. അപ്പോൾ റെയിൽവേൻ്റെ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ലൈനിൽ അടുത്ത സ്റ്റോപ്പ് എത്തി കരുവാറ്റ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഹരിപ്പാട്. ഇപ്പം മെയിൻ എക്സ്പ്രസ് ആണെങ്കിലും മറ്റേ മെമു പാസഞ്ചർ അല്ലാണ്ട് മറ്റേ എക്സ്പ്രസ് കാറ്റഗറിയിലെ ട്രെയിൻസ് ഒക്കെ ആണെങ്കിൽ അതിന് അമ്പലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഈ ലൈനിൽ മെയിൻ തന്നെ ഹരിപ്പാടാണ്. അപ്പോൾ ഹരിപ്പാടിന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പാണ് കരുവാറ്റ. അപ്പോൾ കരുവാറ്റയിലേക്ക് നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഡബിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. നോർമൽ പ്ലാറ്റ്ഫോംസ് ആണ്. അത്യാവശ്യം മറ്റേ സാധാ പ്ലാറ്റ്ഫോംസ് അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം തന്നെ എനിക്ക് തോന്നുന്ന ട്രെയിനിൻ്റെ ഹൈറ്റ് അനുസരിച്ച് തന്നെയാണ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചേക്കണത്. അതുകൊണ്ട് ഇതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഏതാണെന്ന് അറിയില്ല. ഇപ്പർ സൈഡിലാണ് പ്ലാറ്റ്ഫോം. നമ്മുടെ ഈ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഇപ്പർ സൈഡിലാണ്. അപ്പോൾ നോക്കാം തിരക്കെന്തോരം ഉണ്ടെന്ന്. ഇവിടെ ഈ സ്റ്റോപ്പിൽ ആരും ഇല്ല. ഒരാളുണ്ട് ഫ്രണ്ടിൽ, ആരും ഇല്ല. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2-3 പേരുണ്ട്. ഐ മീൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഷെൽട്ടറുള്ള സ്ഥലത്താണ് എല്ലാവരും നിൽക്കുക. അത് ഈ ട്രെയിനിൻ്റെ ഒരു മിഡ് പോർഷൻ ഉള്ള ആ ഷെൽട്ടർ വരുന്നത് ഈ ട്രെയിനിൻ്റെ ഒരു മിഡിൽ പോർഷൻ്റെ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും കയറില്ല. ഈ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ ആരുമില്ല. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ, വാഴയിലൊക്കെ വെച്ച്. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കും. നമുക്ക് വേഗം കയറാം. കുറച്ച് പേരുണ്ട്, പിള്ളേർ കുറച്ച് പേരുണ്ട്. നമുക്കിവിടെ കയറാനങ്ങനെ ആരുമില്ല. ഹരിപ്പാടെത്തി. ഇപ്പോൾ മെയിൻ ലൈനിൽ നിന്ന് ലൂപ്പിലേക്ക് കയറി. 4 ലൈൻ കാണുന്നുണ്ടല്ലോ, അത് അപ്പുറത്തുള്ളത് ലൂപ്പ് ലൈനും സെൻറ്ററിൽ കൂടെ 2 മിഡിൽ ലൈൻ. നമ്മളിപ്പോൾ ലൂപ്പിൽ കയറി. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതുകൊണ്ട് നമ്മൾ ലൂപ്പിൽ കയറി. അപ്പോൾ ഹരിപ്പാടായി. ഇനിയിപ്പോൾ ഹരിപ്പാട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കായംകുളമാണ്. അതിൻ്റെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കായംകുളം കഴിഞ്ഞാലും ഇടയിൽ കുറച്ച് സ്റ്റോപ്പുണ്ട്, ശാസ്താംകോട്ട അങ്ങനെയൊക്കെ, മണ്ടൂർത്ത്. അപ്പോൾ അതിന് നേരെ കൊല്ലത്തും, കൊല്ലം ജംഗ്ഷൻ. ഇതിന് അത്യാവശ്യം ബ്രേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട്, ബ്രേക്ക് ഷെയറിങ്ങിൻ്റെ. അപ്പോൾ ഈ വണ്ടി ഇനിയിപ്പോൾ കൊല്ലത്ത് എത്തിയിട്ട് ചിലപ്പോൾ കൊല്ലത്ത് എത്തിക്കാനായിട്ട് 2 ട്രെയിൻ ഉണ്ട്. കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും പിന്നെ ഒരു കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചറും ഉണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ഷെയർ ചെയ്യുമോ അറിയില്ല. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ അതായിട്ട് ഓടുക. അപ്പോൾ കൊല്ലത്ത് എത്തിയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഹരിപ്പാടത്തേക്ക് അടുത്ത 2 സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ 2 സ്റ്റോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കായംകുളം, പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലം. സമയം 1:58. ഇനിയിപ്പോൾ 1 മണിക്കൂർ അടുത്ത് യാത്രയും കൂടി ഉണ്ട് കൊല്ലത്തേക്ക്. 1 മണിക്കൂർ 1.25 മണിക്കൂർ യാത്രയും കൂടി ഉണ്ട്. നമ്മൾ കൊല്ലം റീച്ച് ചെയ്യും. ഏതായാലും നമ്മൾ ഹരിപ്പാട്.
ഇനിയിപ്പോൾ കയറാൻ ആരുമില്ല. 2-3 പേര് നടന്നു തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും ആരുമില്ല. അപ്പോൾ നിർത്തുക. ഇനി ഇറങ്ങാൻ ആരെങ്കിലും വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ തന്നെ വണ്ടി എടുക്കും. കാരണം സിഗ്നൽ ഗ്രീനാണ് കിടക്കുന്നത്. ഫാസിക്കറാണെങ്കിൽ നല്ല രീതിയിൽ കത്തിച്ചു വിടും കേട്ടോ. ഇതുകൊണ്ടല്ല നേരത്തെ പറഞ്ഞില്ല, കായംകുളം ജംഗ്ഷനാവും കാരണം ഈ 2 ലൈൻ എന്ന് പറയുന്നത് കോട്ടയം സൈഡിൽ നിന്ന് തന്നെ വണ്ടിയാണ്. അപ്പോൾ കോട്ടയം ലൈൻ 2 എണ്ണം, അതേപോലെ ആലപ്പുഴ ലൈൻ 2 എണ്ണം, അതേപോലെ ഇവിടുന്ന് കായംകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് 2 ലൈൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കായംകുളം സ്ഥലം കായംകുളം ജംഗ്ഷനായി മാറിയത്. ഇപ്പോൾ കായംകുളത്ത് കയറുന്നതുകൊണ്ട് വണ്ടി ഇച്ചിരി സ്ലോ ആയി. കായംകുളം സ്റ്റേഷനിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു വണ്ടിയും കാണുന്നില്ല. നമ്മൾ മാത്രം തോന്നി ഈ ഒരു സമയത്ത് സ്റ്റേഷനിലേക്ക് കയറുന്നത്. പ്ലാറ്റ്ഫോം ഇവിടെ 5 പ്ലാറ്റ്ഫോമാണുള്ളത്. ട്രിവാൻഡ്രത്തുള്ള അത്രയും പ്ലാറ്റ്ഫോം തന്നെ ഇവിടെയുണ്ട് കായംകുളം ജംഗ്ഷൻ. വണ്ടി നല്ല സ്ലോ ആയിട്ടാണ് കയറുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് കയറുന്നത്. കായംകുളം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3. അവിടെ പാസഞ്ചർ സീരീസിൽ ഇവിടെ നിന്നൊരു വണ്ടി നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. കായംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു പാസഞ്ചർ പോകുന്നുണ്ട്. നമുക്കത് വൈകാതെ അത് റിവ്യൂ ചെയ്യാം. ഇവിടെ കായംകുളത്തേക്കുള്ള ഏക പാസഞ്ചർ അതാണെന്ന് തോന്നുന്നു. കായംകുളം എറണാകുളം പാസഞ്ചർ. പിന്നെയുള്ള മെമു ട്രെയിൻസ് ഒക്കെയാണെന്ന് തോന്നുന്നു. കൊല്ലത്തുനിന്ന് ഇവിടുന്ന് എറണാകുളത്തേക്ക് കുറേ മെമു പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ മെയിൻ എക്സ്പ്രസ്സിന് സ്റ്റോപ്പുണ്ട്. ചില സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾക്കൊന്നും കായംകുളം സ്റ്റോപ്പില്ല. ചിലത് കൊല്ലം വിട്ട്, ഇപ്പോൾ രാജധാനിക്ക് ആണെങ്കിലും കൊല്ലം വിട്ടാൽ പിന്നെ അടുത്തത് ആലപ്പുഴ എറണാകുളമാണ്. അതേപോലെ പ്രീമിയം വണ്ടികൾക്കൊന്നും കായംകുളം സ്റ്റോപ്പില്ല. എത്ര 5 പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷൻ ആണെങ്കിലും ചില വണ്ടികൾക്കൊന്നും കായംകുളം സ്റ്റോപ്പില്ല. അത്യാവശ്യം ഉണ്ട് ആൾക്കാർ. ഞാൻ കായംകുളത്ത് നിന്ന് അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ടായി. പക്ഷെ എന്തോ നമ്മുടെ കോച്ചിൽ അങ്ങനെ ആൾക്കാർ കയറിയില്ല. കയറിയ ആൾക്കാരാണെങ്കിൽ അവിടെ പോയിട്ട്. ഇവിടെ ആണെങ്കിൽ ആരും വന്നിട്ടില്ല. ബാക്കി എല്ലാവരുടെയും ഫുള്ളാണ്. പിന്നെ ബാക്കിലത്തെ കോച്ചിലൊക്കെ ആയിട്ട് എല്ലാവരും കയറി. അപ്പോൾ ഈ ഒരു കോച്ച് ഫുള്ളാണ്. ഫുള്ളല്ല, ബാക്കി എല്ലാ കോച്ചുകളും ഫുള്ളാണ്. ഇപ്പം കയറിയ ആൾക്കാരെല്ലാം കൊല്ലത്തേക്കുള്ള ആൾക്കാരായിരിക്കും. ഇനി പിന്നെ ഇടയിൽ കുറച്ച് ഓച്ചിറ, ശാസ്താംകോട്ട, മണ്ടോത്തുരുത്ത് അങ്ങനെ ചെറിയ ചെറിയ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ കൊല്ലം ജംഗ്ഷൻ, അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ ഇവിടെ കുറച്ച് ആൾക്കാരെ ഇറങ്ങിയുള്ളൂ. കൂടുതൽ ആൾക്കാർ കയറിയിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ. അതുകൊണ്ടിപ്പോൾ കണക്കൊണ്ട് വെച്ചിട്ട് നമ്മൾ കയറുന്ന കോച്ചുകൾ, നമ്മുടെ പാസഞ്ചേഴ്സ് സീരീസിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ കയറുന്ന കോച്ചുകളിലൊന്നും ഇപ്പോൾ തിരക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതേ വണ്ടി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കയറുന്ന കോച്ചിൽ തന്നെ കയറാൻ നോക്കാം. അതാകുമ്പോൾ അത്യാവശ്യം തിരക്കില്ലാണ്ട് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകും. ഇതുവരെ നമ്മൾ കയറിയ ഫ്രണ്ടിൽ നിന്ന് 3ാമത്തെ കോച്ച് ഫുള്ളായിട്ടില്ല. 3ാമത്തേനും 4ാമത്തേനും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കൊല്ലത്തിയായിട്ട് ഞാൻ കൺഫേം ആക്കാം. ഇറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ കോച്ചിലിപ്പോൾ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ചെയ്തിട്ട് കാണും. കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം ഈ കോച്ചിൽ ഇവിടെ നിന്ന് ആരും കയറില്ല. കുറച്ച് പേര് പുറകിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നടന്നു തന്നെ ഉണ്ട്. ഉണ്ടല്ലോ. നോക്കിയിട്ട് കായംകുളത്തുനിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ട്രെയിനിലേക്ക് കയറിയത് കണ്ടത്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി എത്തിയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിലത്തെ കോച്ചിലേക്കും കൂടി ആൾക്കാർ ഇടിച്ച് കയറി. കാരണം കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന അവിടെയാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ശാസ്താംകോട്ടയാണെങ്കിൽ തിരക്ക് കാണുന്നില്ല. ഇപ്പോൾ കുറച്ച് തിരക്ക് ശാസ്താംകോട്ട കാണുന്നത്. ഇപ്പോൾ ശാസ്താംകോട്ട ഇനി 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ കൊല്ലത്തും. കൊല്ലത്തേക്കുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ. അപ്പോൾ ശാസ്താംകോട്ട ഫ്രണ്ടിൽ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇവരും ഈ പറഞ്ഞ പോലെ ഈ കോച്ചിൽ തന്നെ കയറും. ഈ കോച്ച് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം എവിടെയാണ്?
പാസഞ്ചർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. അതാണ് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മണ്ടോത്തുരുത്തി ട്രെയിൻ ഇങ്ങനെ വളഞ്ഞാണ് നിക്കണത്. അല്ലടാ, ട്രെയിൻ വളഞ്ഞല്ലേ നിക്കണം. അപ്പുറത്തേക്ക് ട്രെയിൻ വളഞ്ഞല്ലേ നിക്കണം. നോക്കി മണ്ടോത്തുരുത്തി എടുത്ത് അങ്ങനെ കൊല്ലത്തുന്നതിന് മുമ്പത്തെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി പെരുന്നാട്. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ആരും ഇല്ല, കാരണം ഇപ്പോൾ ഒരു മെമ്മോ പോയി കണ്ടല്ലോ. അതിലേക്ക് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇനി വേറെ വണ്ടികൾക്ക് സ്റ്റോപ്പില്ല. ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് വരാണ്ട്, നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസ്. അത് കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അതിനെയും കൂടി നമുക്ക് കൊല്ലത്തിന് മുമ്പ് ഒരു ക്രോസിംഗ് ആയിട്ട് കിട്ടും. എന്താ പ്രതീക്ഷിക്കാം. കൊല്ലത്തുനിന്ന് അത് എടുത്തിട്ടില്ല. നമ്മൾ പെരുന്നാട് കഴിഞ്ഞിട്ട് പോണ പോക്കിൽ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. കൊല്ലത്തറയി അമൃത് ഭാരത് കിട്ടിയില്ല. അത് നമ്മൾ വന്റെ മുമ്പ് തന്നെ പോയി കളഞ്ഞു. അതാണ് ഇവനെടുത്ത വീഡിയോ ഇവൻ പോസ് ആക്കിയില്ല, അല്ല ഓണാക്കിയില്ല. അപ്പോ ഈ സൈഡ് കാണാം. ഇതിപ്പോ നമ്മള് നേരത്തെ കണ്ട പോലെ തന്നെ അങ്ങോട്ട് എറണാകുളത്തേക്കുള്ള ലൈനാണ്, നമ്മളിപ്പോ കൊല്ലത്തേക്കുള്ള ലൈനിലാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തൊരു ലൈൻ കാണാം. ഈ ലൈൻ ഈ അടുത്ത് വെച്ച് ജോയിൻ ആക്കിയതാണ്. ഇത് നമ്മുടെ പുനലൂർ ചെങ്കോട്ടെ അവിടെ നിന്നാണ് ലൈനാണ്. അപ്പൊ ഇതുപോലെ 3 സ്ഥലം എന്ന് വെച്ചാൽ ഇപ്പോ ഈ ലൈൻ, ഈ നമ്മൾ പോകുന്ന ലൈൻ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് നമ്മൾ എറണാകുളം ഡയറക്ഷൻ, അതേപോലെ ഈ ലൈൻ ചെങ്കോട്ട പുനലൂർ ഡയറക്ഷൻ, പിന്നെ അവിടെ നിന്ന് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് ലൈൻ കൊല്ലത്തേക്കുള്ള. അപ്പൊ ഈ 3 ലൈനും കൂടി ചേർന്നുകൊണ്ടാണ് കൊല്ലം ജംഗ്ഷൻ ആയത്. പക്ഷെ എന്നാലും അമൃത് ഭാരത് മിസ്സായി പോയി. സമയം 3:13, 3:20 കൊല്ലത്തുന്ന ടൈം. അപ്പോൾ ബിഫോർ ടൈമിനെ കയറിയിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരുന്നു. അപ്പോൾ ഇപ്പോൾ 3:30 പ്ലാറ്റ്ഫോം നമ്പർ 5 കൊല്ലം നാഗർകോയിൽ പാസഞ്ചർ കാണും. അതിന്റെ പുറകിൽ പോണ വേറൊരു പാസഞ്ചർ നാഗർകോയിൽ ട്രിവാൻഡ്രം. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. ഇനി അടുത്ത സീരീസ് അടുത്ത എപ്പിസോഡ് അതാണ്. മിക്കവാറും ഈ വണ്ടി തന്നെ ആയിരിക്കും ചിലപ്പോൾ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാസഞ്ചർ ചെയ്ത ആലപ്പുഴ കൊല്ലം പാസഞ്ചർ. അപ്പോൾ അതിൽ ഫ്രണ്ടിലത്തെ കോച്ചിൽ തിരക്കൊട്ടും ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും ഫ്രണ്ടിൽ കയറാൻ സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ 25 രൂപ ടിക്കറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. നമുക്ക് കൊല്ലത്തിൻ്റെ അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണിച്ചറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തത്തെ കാഴ്ചയും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈകി വെക്കാം. ഓക്കെ, ബൈ.